ഞാനും ചേച്ചിയും കൂടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇവിടെ ചെന്നൈ AGC പോയി കാണാൻ വേണ്ടി പോവുക. ചേച്ചി എൻ്റെ ഫ്രണ്ട് ചെയ്യാൻ നടക്കുന്നുണ്ട്. ചേച്ചിയുടെ ഒറ്റൊരാളെ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞങ്ങളിവിടെ കാണാൻ പോകുന്നത്. ഞായറാഴ്ച കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു വെയിലത്ത് നടന്നു പോവുക. എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല. ചേച്ചിയാണ് ഞാൻ ഇന്ന് ബലിയാടാക്കാൻ പോകുന്ന സിനിമ. ഷെയർ ഓട്ടോ നോക്കി ചേച്ചി ഇവിടെ നിൽക്കുകയാണ്. ചേച്ചി വന്നതിന് ശേഷം ഒരു ഷെയർ ഓട്ടോ പോലും വന്നില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഒരു വെയിലത്ത് കാത്തുനിൽപ്പിനൊടുവിൽ ഞങ്ങൾക്കൊരു ഷെയർ ഓട്ടോ കിട്ടി. ഞങ്ങൾ ഷെയർ ഓട്ടോ കയറി നേരെ AGS വിവീരയിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറയുന്നുണ്ട്. ഇടി അടങ്ങിയിരിക്കടി, അങ്ങനെ അടി ഇങ്ങനെ അടി എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറയുന്നുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ തന്നെ എടുത്ത് അത് ചേച്ചി ഫോക്കസ് ചെയ്ത്, പിന്നെ ഡ്രൈവർ ചേട്ടനെ ഫോക്കസ് ചെയ്ത്, പിന്നെ വരുന്ന സൈഡിലുള്ള വഴികളൊക്കെ ഇങ്ങനെ കണ്ട്. ഇതാണ് ഞങ്ങളുടെ എന്താ പറയുന്നത്, ഈ 2 വർഷം കൊണ്ട് ഇവിടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനും എല്ലാത്തിനും. ഞങ്ങളുടെ റോസ് മിൽക്കൊക്കെ ഞങ്ങൾ ഈ ഫുഡ് സ്ട്രീറ്റിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇവിടെ ഇങ്ങനെ പത്രമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ടൈംസ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഇവിടാണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം ഞങ്ങളുടെ വിവീര മാൾ കണ്ടു. പക്ഷേ ഇവിടെ ഇപ്പം മെട്രോയുടെ ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ കുറച്ചേറെ ഫ്രണ്ടിലോട്ട് പോയി ഇവിടെ ട്രാഫിക്കിന് അവിടെ നിന്നിട്ട് പിന്നെയും ഞങ്ങൾ പെട്ടെന്ന് എത്തിയാണ്. ഈ ഓട്ടോ ചേട്ടൻ വരുന്ന വണ്ടികൾക്കെല്ലാം വന്ന് സൈഡ് കൊടുത്ത് അവസാനം ഞങ്ങൾ സ്ലോ ആയി ഇത്രയും താമസിച്ചു. ചേച്ചി ഇങ്ങനെ ഓട്ടോയൊക്കെ ഇറങ്ങിയിട്ട് ചേച്ചി പൈസയൊക്കെ കൊടുക്കുക. ചേച്ചി പൈസ കൊടുക്കുന്ന വീഡിയോ ഞാൻ മാറി ഇന്നിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാനിങ്ങനെ വെറുതെ നിൽക്കുക. അപ്പോൾ വേറെ കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഫ്രണ്ടിരിക്കുന്ന അപ്പച്ചനൊക്കെ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഈ കൊച്ചെന്തേ കാണിക്കുന്നേ. അവസാനം അവർ ക്രോസ് ചെയ്യുന്നത് കണ്ട് ഞാൻ ചേച്ചിയുടെ കയ്യെ പിടിച്ച്, കാരണം ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ, ഞാൻ വീഴല്ലല്ലോ, അതിനൊരു ചേച്ചിയുടെ കയ്യെ പിടിച്ച് ഞാനും അപ്പച്ചനെ പിന്തുടർന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. ക്രോസ് ചെയ്യുമ്പോൾ ഫുള്ള് ഒരു വിഷമമായിരുന്നു. ക്രോസ് ചെയ്യുന്ന ഭാഗത്തെല്ലാം കപ്പിൾസ് പോകുന്നു. അവർ വെയിലൊക്കെ കൊണ്ടാലും വണ്ടി നടക്കാതെ അവർ സ്കൂട്ടിയിലും ബൈക്കിലും ഒക്കെ പോകുന്നു. ഞങ്ങൾ ഒരു വെയിലത്ത് ഓട്ടോയിൽ ഇറങ്ങി എന്നിട്ട് 1/2 കിലോമീറ്റർ നടന്ന് സിനിമയ്ക്ക് പോകേണ്ട അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഇറങ്ങി ക്രോസ് ചെയ്ത് നടക്കുകയാണ് വിവീര മാളിലോട്ട്. ഏത് സ്ക്രീനാണെന്നറിയോ? എന്തായാലും നമുക്കറിയോ? ഒന്നറിയില്ല. ഞാൻ ഈ ഒരാളെ മാത്രം വിശ്വസിച്ചാണ് പോകുന്നത്. എന്താ ഇനി ഒരേ ഒരു മിനിറ്റാണ് തുടങ്ങാനുള്ളത്. ഓട് 12:10 തിയേറ്ററിൽ കയറുന്ന ആൾക്കാർ മുന്നിലെത്തിയിട്ടേ ഉള്ളൂ. ചേച്ചി ധൃതി വെച്ച് ഓടുകയാണ്. ഞാൻ വീഡിയോ എടുത്ത് വരുന്നതിന് എന്നെ വഴക്ക് പറഞ്ഞല്ലത്, സ്നേഹത്തോട് തലോടിയതാണ് ചേച്ചി. അങ്ങനെ ഫൈനലി ഞങ്ങൾ തിയേറ്ററിൻ്റെ ഇതൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഈ പാട്ട് കേട്ട് അങ്ങോട്ട് കയറിയൊരു ഫീലുണ്ടല്ലേ, അത് എനിക്കറിയത്തില്ല. അവിടെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് കേട്ടാൽ കൂടെ എനിക്ക് അത്ര ഫീൽ ഉണ്ടാകത്തില്ല. അങ്ങോട്ട് കയറി ഉണ്ടായപ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, പറയാൻ പറ്റത്തില്ല. അത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അങ്ങനെ ഇൻ്റർവെൽ ആയത് കൂടെ ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്ക് സൂപ്പർ മൂവിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ വിലയൊക്കെ കണ്ടപ്പോൾ ഒന്നും വാങ്ങാൻ തോന്നിയില്ല. അവസാനം ഒരു കോക്ക് മാത്രം വാങ്ങി. ചേച്ചി അങ്ങനെ അതിനു വേണ്ടി തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത്. അവസാനം ചേച്ചി കോക്കൊക്കെ വാങ്ങിച്ച് വരുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒറിജിനൽ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴത്തേക്കുണ്ടായ ഒരു രോമാഞ്ചം ഉണ്ടല്ലോ. അതുപോലെ ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസിൽ ഒരു 90% എന്ന് പറയുന്നത് തമിഴ് പീപ്പിൾസ് ആയിരുന്നു. പക്ഷെ അവരുടെ ഇടയ്ക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഫിലിം, അതും നല്ല ഓഡിയൻസും അത്രയും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് എത്തുമ്പോൾ നമുക്കൊരു മലയാളി എന്ന നിലയിൽ ഒരു അഭിമാനവും ഒരു സന്തോഷമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണ്. കണ്ടിട്ടെന്താ പറയാനുള്ളത്? അങ്ങനെ സിനിമയെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനിയും
ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ ചെന്നി തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ 90% തമിഴ് ആൾക്കാരുടെ കൂടെ ഇത് കാണാന്ന് പറയുന്നത്, അതും മലയാള സിനിമ, അതും ഇത്രയും ആൾക്കാർ ഒരു ഷോയ്ക്ക് കൂടെ വന്നിട്ട് ഇപ്പോഴും ഞങ്ങൾ ഇറങ്ങിയിട്ടും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അതും തമിഴ് ഫാമിലീസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാണ് ഒരു തമിഴ്നാട്ടിൽ വന്നിട്ട് ഒരു മലയാള സിനിമ കണ്ടതിനെ പറ്റി അഭിപ്രായം? അതിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും. എന്താ പറയുന്നത്, ഇപ്പോൾ ഓക്കെ ചെക്കന്മാർക്കൊക്കെ മലയാളം മനസ്സിലാവും, എന്നാൽ ഈ അമ്മമാർ അവർക്ക് എങ്ങനെ വന്ന് ഈ സിനിമ കാണും? അത്രയും നല്ല ഓഡിയൻസ് വരുന്നത്. ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും നല്ല ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് തന്നെ ഒരു ഡൗട്ട് അതിന് ഇല്ല. ഡൗട്ടിക്കണ്ട, ഇല്ല. നമ്മൾ വീട് കഴിഞ്ഞ് ഇപ്പം തന്നെ വാർത്തകളിലും എല്ലാം കാണുന്നത് നമ്മൾ വീട് കഴിഞ്ഞാൽ ടാറ്റ ബേബി പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടാൻ വേണ്ടി നിൽക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പോൾ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ എല്ലാവരും ഈ ഒരു എന്താ പറയുന്നത് കാലഘട്ടത്തിൽ എല്ലാവരും കാണേണ്ട, അല്ലെ എന്താ പറയുന്നത് മാതൃകയാക്കേണ്ട തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇവരുടേത്. ആലോചിച്ച് നോക്കിയാൽ മലയാളികൾ കാണുന്ന ഇത് കോമൺ ആയിട്ടുള്ള കാര്യം, എന്നാൽ ഈ തമിഴ് ആൾക്കാരുടെ ഇടയ്ക്കും ഈ ഒരു സിനിമ ഇത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തൊരു എല്ലാവരും കാണേണ്ടതായിട്ടുള്ള ഒരു മൂവി കണ്ടിട്ട് അതിന് ഇമ്പാക്റ്റ് ഇതുവരെയും മാറിയിട്ടില്ല. ഇപ്പോൾ ചേച്ചി പിന്നെ നാട്ടം ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്ന ഇത് ചെയ്വതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കി എന്തെങ്കിലും ഞെട്ടിത്തേച്ച് നോക്കിയിരിക്കുന്നു. സാധനം വാങ്ങാതെ ട്രോളിയും കൊണ്ട് മാത്രം ഷോ കാണിച്ച് കിടക്കുന്ന ഷിജമോൾ. അതെ, എത്രയായിരിക്കും? ആ കറക്റ്റാ. ഇവരുടെ വില വെച്ച് നോക്കുമ്പോൾ 700 ഗ്രാം 700 ഗ്രാമും കുഴപ്പമില്ല. ഇനി ബ്ലിങ്കിറ്റ് നോക്കാം, എല്ലാ സ്ഥലത്തും ടാറ്റയൊക്കെ നോക്കാം. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി 3-3:30 ആയായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ആസ് യൂഷ്വൽ ഞങ്ങളുടെ ബിരിയാണി തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് അത് കഴിച്ച് നേരെ സംതൃപ്തി അടങ്ങി ഞങ്ങളുടെ ഞായറാഴ്ച ഇതോടുകൂടി അവസാനിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോയി.